ഹലോ ഫ്രണ്ട്സ്, ഇപ്പം മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അങ്ങനെ ഗൈസ്, നമ്മൾ ഒട്ടും നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു എപ്പിസോഡാട്ടോ കൂട്ടുകാരെ ഇന്ന് വരാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ സിദ്ധുവും ലച്ചുവും തമ്മിൽ പൊരിഞ്ഞടി, അടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടിയോടടി. ലാസ്റ്റ് നമ്മുടെ കല്ലുമോള് വരെ അച്ഛ അമ്മ ഒന്ന് നിർത്തോ പ്ലീസ്, എനിക്ക് സങ്കടമാകുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ പാറമട വീടിന്റെ പടി ഇറങ്ങി അങ്ങോട്ട് പോകുന്നുണ്ടേ. അപ്പൊ അത്രയ്ക്കും നമ്മുടെ കല്ലുമോൾക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ അങ്ങനെ പോയത്. എന്നിരുന്നാൽ കൂടിയും നമ്മുടെ ലച്ചു തൊട്ടതിനും പിടിച്ചതിനും നമ്മുടെ സിദ്ധുവിന്റെ മെക്കിട്ട് കയറുവാട്ടോ. സിദ്ധു അങ്ങനെ ചെയ്യരുത്, സിദ്ധു ഇങ്ങനെ ചെയ്യരുത്, സിദ്ധു ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിദ്ധുവിനെ ഇട്ട് വട്ടാക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ സിദ്ധു ആണെങ്കിലോ ക്ഷമ കെട്ടിട്ട്, ലച്ചു എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, നീ ഇങ്ങനെ എന്നെ ഭ്രാന്താക്കല്ലേ, ഞാൻ ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകും, എനിക്ക് എന്താ പറയാ സഹി കെട്ടു ക്ഷമ കെട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിദ്ധുവും കുറെ തിരിച്ചു പറയുന്നുണ്ട് ലാസ്റ്റ്. അപ്പൊ നമ്മുടെ ലച്ചു വന്നിട്ട്, ആഹാ നിങ്ങൾ പോകോ പോകോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സിദ്ധുവിനെ വന്ന് കുറെ പിച്ചും തല്ലൊക്കെ തല്ലുന്നുണ്ടേ. അപ്പൊ സിദ്ധുവിൽ ഇങ്ങനെ കലി കിടക്കാനത്, ലച്ചു എന്നെ ഒന്ന് വെറുതെ വിട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര കലിപ്പിൽ പറയുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ ഭവാനി അമ്മൂമ്മ പോലും നമ്മുടെ ലച്ചുവിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ദേ നിന്റെ ഭാര്യ കളിക്കലൊക്കെ അങ്ങ് നിർത്ത്, കുറച്ച് കുറയ്ക്ക്, ഇത് ഭയങ്കര ഓവറാ എന്ന് നമ്മുടെ അമ്മൂമ്മ പോലും നമ്മുടെ ലച്ചുവിന്റെ അടുത്ത് പറയുന്നുണ്ട്. ലാസ്റ്റ് രണ്ടുപേരും തമ്മിൽ കണ്ട പൊരിഞ്ഞടിയോടടിയായി. പിന്നെ നമ്മുടെ കല്ലുമോള് വന്ന് നമ്മുടെ ലച്ചുവിന്റെ അടുത്തും നമ്മുടെ സിദ്ധുവിന്റെ അടുത്തും പറയാ, അച്ഛ അമ്മേ പ്ലീസ് നിങ്ങൾ ഇങ്ങനെ വഴക്കിടല്ലേ, എനിക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ടേ എന്നും പറഞ്ഞിട്ട് അവരുടെ മുമ്പിൽ കൈ കൂപ്പി നിന്ന് പറഞ്ഞിട്ടാട്ടോ നമ്മുടെ കല്ലുമോള് പറയുന്നത്. എന്നിട്ട് കല്ലുമോൾ അങ്ങോട്ട് സങ്കടത്തിൽ ഇങ്ങനെ പടിയിറങ്ങി പോവുകട്ടോ പുറത്തേക്ക് പുറത്തേക്ക് മുറ്റത്ത് പോയിരിക്കാനായിരിക്കും. എന്നാലും പിന്നെ നമ്മുടെ സിദ്ധു നമ്മുടെ ലച്ചുവിനൊന്ന് നോക്കുന്നുണ്ട്, ലച്ചു നമ്മുടെ സിദ്ധുവിനൊന്ന് നോക്കുന്നുണ്ട്. പക്ഷേ അപ്പൊ നമ്മൾ വിചാരിക്കും അവിടെ പിണക്കമൊക്കെ തീർന്നത്. പക്ഷെ വീണ്ടും എന്നും പറഞ്ഞ് കലിപ്പിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട് പോവുകട്ടോ. എന്തൊരു കഷ്ടാണല്ലേ, നമ്മൾ ഇങ്ങനത്തെ ഒരു എപ്പിസോഡ് നമുക്ക് ആവശ്യമില്ല. ഇവരുടെ ഒരു സ്നേഹം കാണാനാണ് നമുക്കൊക്കെ ഇഷ്ടം, ഇവരിങ്ങനെ വഴക്ക് കൂടുന്നത് കാണാൻ നമുക്ക് ഒട്ടും താല്പര്യമില്ല അല്ലെ. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ഒരു കാര്യം കൂട്ടുകാരെ, നമ്മൾക്കിപ്പോൾ ഫാമിലി അല്ലേ, അപ്പൊ നിങ്ങളെയും കൂടി അറിയിക്കണമെന്ന് തോന്നി. 2 ദിവസം മുന്നേ എന്റെ കൈ ഒന്ന് ഒടിഞ്ഞായിരുന്നു ഫ്രണ്ട്സ്, ഒന്ന് വീണതാണ്. ഒരു തല്ലുപിടുത്തത്തിന്റെ ഭാഗമായിട്ട് വീണതാണ്. ഈ ഒരു തല്ലുപിടുത്തത്തിന്റെ എപ്പിസോഡ് ഒരു പ്രൊമോ കണ്ടപ്പോഴാണ് എനിക്ക് ഇതും ഓർമ്മ വന്നേട്ടോ, നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി. എന്തായാലും വലത്തെ കൈ തന്നെയാണ് ഒടിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇടത്തെ കൈ കൊണ്ട് കഷ്ടപ്പെട്ടാ ഞാൻ ഈ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. എന്നിരുന്നാലും നമുക്ക് നോക്കാം അല്ലേ, ഇത് എവിടം വരെ പോകും. 30 ദിവസം കേട്ടോ റെസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹിയർ ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്.